വായിക്കപ്പെട്ടു. എന്തിനാണ് വായിച്ചത്? ഈ നാട്ടിലുള്ള ഹൈന്ദവരെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെയാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും അതാണ് അവരുടെ അജണ്ടയെന്നും സാധുക്കളായ ഹൈന്ദവ സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് RSSന്റെ ശാഖകളിൽ മൗദൂദി സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ വായിക്കപ്പെട്ടു എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലയ്ക്ക് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച് മുസ്ലിങ്ങളോട് അങ്ങേയറ്റം വിരോധം വെച്ച് പുലർത്തിയ ഒരു വ്യക്തി ഈ അടുത്ത കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിച്ചു, ഖുർആൻ പഠിച്ചു, ഖുർആനിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കി, അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. RSSന്റെ ശാഖയിൽ ഒരു RSSകാരനായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനു ശേഷം നമുക്കറിയാം, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നടത്തിയ പ്രോഫ് കോണിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തന്റെ അനുഭവം പറഞ്ഞു. RSSന്റെ ശാഖയിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങളോട് അങ്ങേയറ്റം വെറുപ്പായിരുന്നു എനിക്ക്, അങ്ങേയറ്റം ദേഷ്യമായിരുന്നു എനിക്ക്. കാരണം മുസ്ലിങ്ങളെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് RSSന്റെ ശാഖകളിൽ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിരുന്നത് മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങളിൽ നിന്നായിരുന്നു, കൃതികളിൽ നിന്നായിരുന്നു. അത് കേട്ടപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളോട് അങ്ങേയറ്റം വിരോധം വെച്ച് പുലർത്താൻ അത് ഞങ്ങൾക്ക് കാരണമായി തീർന്നു. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആശയം മൗദൂദി സാഹിബിന്റെ ആശയമല്ല, മൗദൂദി സാഹിബ് പറഞ്ഞതല്ല എന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഇപ്പോൾ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് ഇസ്ലാമിനെയാണ് എന്ന് ആ ചെറുപ്പക്കാരൻ പരസ്യമായി നമ്മോട് പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. ഈ നിലക്ക് തഫ്ഹീമാത്തിലെ ഉദ്ധരണികൾ പോലെയുള്ള ഉദ്ധരണികൾ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലും കോണുകളിലും വിതരണം ചെയ്യപ്പെടുക വഴി ഇസ്ലാമിക വിരോധം വെച്ച് പുലർത്തുന്ന ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ മൗദൂദി സാഹിബിന്റെ ഉദ്ധരണികൾ കടമെടുത്തു എന്നതിന്റെ വളരെ വ്യക്തമായ പല തെളിവുകളിൽ ഒരു തെളിവാണത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ തീവ്രവാദപരമായ ചില ചിന്താഗതികളിലേക്ക് ആളുകളെ പറഞ്ഞുവിട്ട് ആളുകളെ വഴി നടത്തിയ ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ പിന്നീട് കാലുമാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പറഞ്ഞത് നാളെ അവർ പറയില്ല. ഇന്നത്തെ ഉദ്ദേശം നാളത്തെ ഉദ്ദേശമല്ല അവർക്ക്. ഓരോ നാളുകളും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ആദർശവും പ്രഖ്യാപനങ്ങളും നയങ്ങളുമാണ് അവർക്കുള്ളത്. അത് അവരുടെ പ്രത്യേകതയായി അവരുടെ വലിയ വലിയ നേതാക്കന്മാർ തന്നെ ഇപ്പോൾ പരസ്യമായി പ്രസംഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ സമുദായത്തോടും സമൂഹത്തോടും ജമാഅത്തെ ഇസ്ലാമി കാട്ടിയിട്ടുള്ള വഞ്ചന ചെറുതാണോ? ആദ്യമായി ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വന്നു പ്രവർത്തിക്കാൻ തുടങ്ങി. അന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്നാണ്. നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. മുസ്ലിങ്ങൾ ഇന്ന് രാഷ്ട്രീയ ശിർക്കിലാണ് എന്നാണ്. കാര്യം എന്താ? ഇവിടെ മുസ്ലിങ്ങളിൽ പല ആളുകളും UDFന് വോട്ട് ചെയ്യുന്നവരുണ്ട്, LDFന് വോട്ട് ചെയ്യുന്നവരുണ്ട്, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല ആളുകൾക്കും വോട്ട് ചെയ്യുന്നവരുണ്ട്, പല രാഷ്ട്രീയ കക്ഷിക്കും വോട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വോട്ട് ചെയ്യുക വഴി അവർ രാഷ്ട്രീയ ശിർക്കിൽ അകപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റേതല്ലാത്ത ഒരു ഭരണം ഇവിടെ ഉണ്ടാകുവാൻ വേണ്ടി, ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവരാൽ കഴിയുന്ന സേവനമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലാത്തവർ രാഷ്ട്രീയ ശിർക്കിന്റെ വാഗ്ദാക്കളാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആദ്യമായി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാതെ മാറി നിന്നു. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാതെ മാറി നിന്നു. എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണ്? ഈ വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്ന് പറഞ്ഞവർ അവരുടെ വാദമായി രണ്ടാമത് അവരവതരിപ്പിച്ചു, ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പാടില്ല, കലാലയങ്ങൾ ഇവിടെയില്ല, ഇവിടെയുള്ള കലാലയങ്ങൾ കൊലാലയങ്ങളാണ്. മൗദൂദി സാഹിബ് എഴുതി വിട്ടു. മൗദൂദി സാഹിബിൽ നിന്ന് ആവേശം മൂട്ട ജമാഅത്തുകാർ എഴുതി വിട്ടു എന്ന് മാത്രമല്ല, അവർ വളരെ വ്യക്തമായി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ 27 വർഷം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ആ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ 27 വർഷം എന്ന് പറയുന്ന ഈ പുസ്തകം അഫ്സൽ ഹുസൈൻ അഥവാ ഖയ്യിം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അദ്ദേഹത്താൽ വിരചിതമായതും അദ്ദേഹത്താൽ പുറത്തുവിടപ്പെട്ടതുമായ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയായി ഇതിന്റെ 1-ാമത്തെ പേജിൽ തന്നെ പറയുന്നത്, ബഹുമാന്യരായ ജമാഅത്ത് അംഗങ്ങളോട്, ബഹുമാന്യ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ലഘു പുസ്തകം കേന്ദ്ര മജ്ലിസ് ശൂറ തീരുമാനത്തിന്റെ ജമാഅത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ പ്രസ്താവനകളും വിശദീകരിക്കപ്പെടുന്നതിനുള്ള ഒരു ശ്രമം മാത്രമാണ്
ജമാഅത്തിന്റെ ഔദ്യോഗിക രേഖയല്ല. ജമാഅത്ത് അംഗങ്ങളുടെ അഭിപ്രായ വിചിന്തനങ്ങൾക്ക് വേണ്ടി ഇത് സമർപ്പിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും മുമ്പിൽ വരുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിൽ പറയും, നോക്കൂ, ഈ പുസ്തകം ജമാഅത്ത് അംഗങ്ങളുടെ മാത്രം പാരായണത്തിനുള്ളതാകുന്നു, പൊതുപ്രസിദ്ധീകരണത്തിനുള്ളതല്ല. കേട്ടോ, ജമാഅത്തെ ഇസ്ലാമിയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് മാത്രം വായിക്കുവാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യൻ ഘടകം ജമാഅത്ത് മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് വിതരണം ചെയ്ത പുസ്തകമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ 27 വർഷം എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഈ രേഖപ്പെടുത്തിയത് എന്താണെന്നറിയുമോ? അതെ, ജമാഅത്തെ ഇസ്ലാമി ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തോട് ബന്ധപ്പെട്ടതായിരുന്നു പ്രശ്നം. ജമാഅത്ത് സാഹിത്യങ്ങളിൽ ആ സ്ഥാപനങ്ങളെ വിശേഷിപ്പിച്ചിരുന്നത് കൊലാലയങ്ങൾ എന്നായിരുന്നു. കണ്ടോ, മറ്റൊരു പ്രശ്നം പറയാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ഹെഡിങ്ങില് ഈ പുസ്തകത്തില് വളരെ വ്യക്തമായി പറയാണ്, ജമാഅത്ത് സാഹിത്യങ്ങളിൽ കലാലയങ്ങളെ വിളിച്ചിരുന്നത് കൊലാലയങ്ങൾ എന്നായിരുന്നു. കണ്ടോ, അപ്പൊ സ്കൂളിൽ പോകാൻ പാടില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് അവിടെ പോയി പഠിക്കാൻ പാടില്ല. കാര്യം, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ പഠിപ്പിക്കപ്പെടുന്ന, അവരാൽ നിർണയിക്കപ്പെടുന്ന സിലബസ്, ആ സിലബസ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പറ്റില്ല. കലാലയങ്ങൾ കൊലാലയങ്ങളാണ്. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗം പാടുണ്ടോ? ഹറാമാണ് എന്നാണ് റസായിൽ വ മസായിൽ എന്ന് പറയുന്ന മൗദൂദി സാഹിബിന്റെ പുസ്തകത്തിൽ എഴുതിവിട്ടത്. റസായിൽ വ മസായിൽ എന്ന് പറയുന്ന മൗദൂദി സാഹിബിന്റെ പുസ്തകത്തിൽ സർക്കാർ ഉദ്യോഗം ഹറാമാണ് എന്ന് എഴുതിവിട്ടു. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. അങ്ങനെ വോട്ട് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ വിദ്യാഭ്യാസം പാടില്ല, സർക്കാർ ഉദ്യോഗം പാടില്ല എന്ന് ഈ കേരളത്തിലുള്ള ജനങ്ങളോട് ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ജമാഅത്തെ ഇസ്ലാമി എതിർത്തവരെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ നയം ആത്മഹത്യാപരമാണ് എന്ന് പറഞ്ഞവരെ, ജമാഅത്തിന്റെ ഈ നയം സ്വീകരിച്ചുകൊണ്ട് മന്ദബുദ്ധികളാകരുത് എന്ന് ഉപദേശിച്ചവരെ അന്ന് ജമാഅത്തിന്റെ നേതാക്കന്മാർ വിളിച്ചത് രാഷ്ട്രീയ മുശ്രിക്കുകൾ എന്നാണ്. രാഷ്ട്രീയ മുശ്രിക്കുകൾ, രാഷ്ട്രീയ മുട്ടാളന്മാർ, പൂർണ്ണമായ ദീനില്ലാത്തവർ, അപൂർണ ദീനിന്റെ വാഗ്ദാക്കൾ, ദീനും ദുനിയാവും രണ്ടാക്കിയവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നു മുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ അഴകുഴമ്പൻ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചവരെ വിമർശിച്ചതായി നമ്മൾ കണ്ടു. ഇന്നും ഇവിടെയും അങ്ങനെയാണല്ലോ. ഇന്ന് ഈ എടവനക്കാട് വെച്ചുകൊണ്ട് ഞാൻ പറയുമ്പോഴും പല ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരും കണ്ണുരുട്ടുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് നാട് വിടേണ്ടി വരുമെന്ന്, നിങ്ങൾക്ക് നാട് വിടേണ്ടി വരുമെന്ന്. ആരെയാ ഭയപ്പെടുത്തുന്നത്? ആരെയാ ഭയപ്പെടുത്തുന്നത്? ഇന്ത്യയിലെ ഈ പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരള നദൂത്തുൽ മുജാഹിദീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാട് വിടേണ്ടി വരില്ല. കാരണം നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി അറച്ചു നിന്നപ്പോൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി മാറി നിന്നപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാരന്റെ ഭരണം മാറി, പകരം ജനാധിപത്യ മതേതരത്വ ഭരണം വന്നാൽ ലാത്ത പോയി മനാത്ത വന്നു എന്ന് മാത്രമേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വിഗ്രഹത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു വിഗ്രഹം മാത്രമേ പ്രതിഷ്ഠിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന ജമാഅത്തുകാരന്റെ സംസ്കാരമല്ല ഇവിടുത്തെ മുജാഹിദിന്റെ